ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് ന്യൂ SCERT പുസ്തകമാണ്. ന്യൂ SCERT പുസ്തകം 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയാണ് നോക്കുന്നത്. ഫസ്റ്റ് റേഡിയോ ആക്ടിവിറ്റി എന്താണ് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാനൊന്ന് പറയാം. യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസത്തെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി ബെക്കറലാണ്. 1896 ഹെൻറി ബെക്കറൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ റേഡിയോ ആക്ടിവിറ്റി ഉള്ള മൂലകങ്ങളിൽ നിന്ന് കിരണങ്ങൾ വരും. അപ്പോൾ ഇത് 3 തരത്തിലുള്ള കിരണങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ആൽഫ കിരണങ്ങൾ, അതുപോലെ ബീറ്റ കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ. ആൽഫ കിരണങ്ങൾ എങ്ങനെയുള്ളതാണ്? പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്, പോസിറ്റീവ് ചാർജ് മാസും ഉള്ളതാണ്. അതുപോലെ ബീറ്റ കിരണങ്ങൾക്കാണെങ്കിൽ നെഗറ്റീവ് ചാർജാണുള്ളത്. ഇനി മാസും ചാർജും ഇല്ലാത്ത കിരണങ്ങളെ എന്താണ്? ഗാമ കിരണങ്ങൾ എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള കിരണങ്ങളാണ് റേഡിയോ ആക്ടിവിറ്റികത കാണിക്കുന്ന മൂലകങ്ങളിൽ നിന്നും വരുന്നത്. ഏതൊക്കെയാണ്? ആൽഫ കിരണങ്ങൾ, ബീറ്റ കിരണങ്ങൾ, അതുപോലെ ഗാമ കിരണങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം കാർബൺ 12, കാർബൺ 13, കാർബൺ 14. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് കാർബൺ 12 ആണ്. കാർബൺ 12ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഏറ്റവും സ്ഥിരതയുള്ള കാർബൺ ഐസോട്ടോപ്പാണ്. അതുപോലെ ലഭ്യത കൂടിയതുമായിട്ടുള്ള കാർബൺ ഐസോട്ടോപ്പാണ്. സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായിട്ടുള്ള കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 12 ആണ്. ഇനിയും കാർബൺ 13ൻ്റെ പ്രത്യേകത എന്താണ്? സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ 13 ആണ്. സസ്യങ്ങളിൽ ജന്തുക്കളിലൊക്കെ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി കാർബൺ 14 എന്താണ്? അത് നമുക്കറിയാം, ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് എന്നറിയാം. ഇതെന്തിനാണ്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് കാർബൺ 14. അപ്പോൾ ഇത് 3 ഓർത്തിരിക്കുക. സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായിട്ടുള്ള കാർബൺ ഐസോട്ടോപ്പ് കാർബൺ 12 ആണ്. കാർബൺ 13 എന്തിനുപയോഗിക്കുന്നു? സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നു. കാർബൺ 14 ആണെങ്കിൽ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കും. നമ്മൾ കാർബണിൻ്റെ ഐസോട്ടോപ്പുകളെ പ്രത്യേകതകൾ പറഞ്ഞു. ഇനി വേറെ ചിലതും അതിൻ്റെ പ്രത്യേകതകളും നോക്കാം. ആദ്യം പറയുന്നത് അയോഡിൻ 131 ചോദിക്കാറുണ്ട്. അയോഡിൻ 131ൻ്റെ പ്രത്യേകത എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അയോഡിൻ 131 എന്തിനാണ് ഉപയോഗിക്കുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ അതിൻ്റെ പഠനത്തിന് വേണ്ടി, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും വേണ്ടിയാണ് അയോഡിൻ 131 ഉപയോഗിക്കുന്നത്. ഇനി യുറേനിയം 235 എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് യുറേനിയം 235. ഇനി ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് ഏതാണ്? കൊബാൾട്ട് 60 ആണ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് കൊബാൾട്ട് 60 ആണ്. വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ വേണ്ടി സോഡിയം 24 ആണ് ഉപയോഗിക്കുന്നത്. സോഡിയം 24 എന്തിനാണ് ഉപയോഗിക്കുന്നത്? വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ. കൊബാൾട്ട് 60 ക്യാൻസർ, യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനം. പിന്നെന്താണ്? അയഡിൻ എന്ന് കേൾക്കുമ്പോഴറിയാം തൈറോയ്ഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അയഡിൻ 131 എന്തിനാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി അയൺ 59 എന്തിനാണ് ഉപയോഗിക്കുന്നത്? അനീമിയ നിർണ്ണയിക്കാനാണ് ഉപയോഗിക്കുന്നത്. അനീമിയ നിർണ്ണയിക്കാൻ അയൺ 59 ആണെങ്കിൽ അനീമിയ നിർണ്ണയിക്കാനാണ് ഉപയോഗിക്കുന്നത്. സോഡിയം 24 എന്തിനാണ്? വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താനാണ്. ഇനി നോക്കുന്നത് 2016 നവംബർ 30 4 മൂലകങ്ങളെ കൂടി നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ചേർത്തു. അത് ഏതൊക്കെയാണ് എന്നാണ്. 113, 115, 117, 118 ഈ അറ്റോമിക നമ്പർ വരുന്ന 4 മൂലകങ്ങളാണ്. അപ്പോൾ 113 ഏതാണ്? നിഹോണിയമാണ്. 115 മോസ്കോവിയമാണ്. അതുപോലെ 117 എന്ന് പറയുന്നത് ടെന്നസിനാണ്. ഈ 3 മൂലകങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഈ 3 മൂലകങ്ങളുടെയും പേരുകൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ പേരിൽ നിന്നുമാണ് ലഭിച്ചത്. അപ്പോൾ നമുക്ക് നിഹോണിയം പറയുവാണെങ്കിൽ നിഹോൺ എന്ന ജാപ്പനീസ് ഭാഷയിലുള്ള വാക്കിൽ നിന്നാണ് നിഹോണിയം എന്ന പേര് ഈ മൂലകത്തിന് ലഭിക്കുന്നത്. ജപ്പാൻ എന്നതിന് ജാപ്പനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് നിഹോൺ എന്നുള്ളത്.
അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉദയസൂര്യൻ്റെ നാട് എന്നാണ് നിഹോണിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് നിഹോണിയം എന്ന പേര് കിട്ടിയത്. ഇനി മോസ്കോവിയം ആണെങ്കിൽ ഇതിൻ്റെ ഈ മോസ്കോവിയം എന്ന മൂലകത്തിൻ്റെ കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ പ്രധാനമായിട്ടും നടത്തിയിരുന്നത് മോസ്കോയിലുള്ള ലാബുകളിലായിരുന്നു. മോസ്കോ എവിടെയാണ്? റഷ്യയിലാണ്. അപ്പം ഈ മോസ്കോവിൻ്റെ പേരിൽ, ഈ സ്ഥലത്തിൻ്റെ പേരിലാണ് മോസ്കോവിയം അറിയപ്പെടുന്നത്. ഇനി ടെന്നസിനാണെങ്കിലോ ടെന്നസി പ്രദേശത്തെ ലാബുകളിലെ പരീക്ഷണങ്ങളിലാണ് ടെന്നസിൻ എന്ന മൂലകത്തിന് ആ പേര് വന്നതിൻ്റെ അടിസ്ഥാനം. അപ്പം ഈ 3 മൂലകങ്ങളുടെയും പേരുകൾ സ്ഥലങ്ങളുടെ പേരിൽ നിന്നുമാണ് ലഭിച്ചത്. ഇനി പറയുന്നത് ഒഗനസൺ ആണ്. ഒഗനസൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 118 ആണ്. ഒഗനസൺ എന്ന മൂലകത്തിന് പേര് നൽകിയത് പ്രോഫ്യൂറി ഒഗനഷ്യൻ എന്ന ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ്. അപ്പം ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ്. ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥം മൂലകങ്ങൾക്ക് പേര് നൽകുന്നതിൻ്റെ രണ്ടാമത്തെ ഉദാഹരണമാണിത്. ഓർത്തിരിക്കുക, ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥം എന്ന് ഓർക്കുക. അങ്ങനെ രണ്ടാമത്തെ ഉദാഹരണമാണ്. ആദ്യമായിട്ട് ഇപ്രകാരം പേര് നൽകിയത് അറ്റോമിക നമ്പർ 106 ആയ സീബോർഗിയം എന്ന മൂലകത്തിനായിരുന്നു. ഗ്ലെൻ സീബോർഗ് എന്ന അമേരിക്കൻ രസതന്ത്രജ്ഞനോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് സീബോർഗിയത്തിന് പേര് വന്നത്. ഇനി നമുക്കറിയാം, രണ്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ലോക സ്വഭാവം കൂടിയ മൂലകങ്ങളാണ്. അപ്പം ഈ ലോക സ്വഭാവം കൂടിയ മൂലകളിൽ നിന്ന് 13ാം ഗ്രൂപ്പ് മുതൽ ലോക സ്വഭാവം പൊതുവെ കുറഞ്ഞ മൂലകളിലേക്കുള്ള ക്രമാനുഗതമായിട്ടുള്ള ഒരു പരിവർത്തനം നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെ നമ്മൾ സംക്രമണ മൂലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ പരിവർത്തനം അല്ലെങ്കിൽ സംക്രമണമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാത്തത്. ഇനി 1 മുതൽ 92 വരെയുള്ള മൂലകങ്ങളിൽ ടെക്നീഷ്യം 43, ടെക്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 43 ആണ്. അതുപോലെ പ്രൊമിത്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 61 ആണ്. അപ്പോൾ ഈ 2 ടെക്നീഷ്യവും പ്രൊമിത്യവും ഒഴികെ ബാക്കി മൂലകങ്ങളൊക്കെ പ്രകൃതിയിൽ കാണപ്പെടുന്നവയാണ്. 1 മുതൽ 92 പ്രൊമിത്യവും ടെക്നീഷ്യവും ഒഴികെ ബാക്കിയുള്ളതെല്ലാം പ്രകൃതിയിൽ കാണപ്പെടുന്ന മൂലകങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് പ്രകൃതിദത്ത മൂലകങ്ങളാണ്. ഇനി 92 ശേഷമുള്ള മൂലകങ്ങൾ എന്ന് പറയുന്നത് കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്നവയാണ്. കൃത്രിമ മൂലകങ്ങൾ സ്ഥിരത കുറഞ്ഞവയും റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രദർശിപ്പിക്കുന്നവയുമാണ്. അറ്റോമിക് നമ്പർ 92 ആയ യുറേനിയത്തിന് ശേഷം വന്ന മൂലകങ്ങൾ ട്രാൻസ് യുറേനിയം മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം 92 ശേഷം 92 ഏതാണ്? യുറേനിയമാണ്. അപ്പോൾ ഈ യുറേനിയത്തിന് ശേഷം വരുന്നത് കൊണ്ട് ഇതിനെ ട്രാൻസ് യുറേനിയം എലമെൻറ്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്, 92 ശേഷം വരുന്ന എലമെൻറ്റ്സിനെ. ഇനി എന്താണ് സ്ക്രീനിങ് പ്രഭാവം എന്നാണ് നോക്കുന്നത്. സ്ക്രീനിങ് പ്രഭാവം അല്ലെങ്കിൽ ഷീൽഡിംഗ് പ്രഭാവം എന്താണ്? ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുക. തൽഫലമായിട്ട് ബാഹ്യതമ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്ന് അകലുന്നു. അപ്പം ഇതിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച്, ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്ന് അകലെയാണ്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൽ നിന്ന് അത്രയും ദൂരം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിലുള്ള ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളിൽ ന്യൂക്ലിയസിനുള്ള ആകർഷണം ക്രമമായിട്ട് കുറയുന്നു. അപ്പോൾ ഇതിനെ സ്ക്രീനിങ് പ്രഭാവം അല്ലെങ്കിൽ ഷീൽഡിംഗ് പ്രഭാവം എന്നാണ് വിളിക്കുന്നത്. ഇത് വളരെ ലെങ്ത് കുറഞ്ഞൊരു വീഡിയോ ആണ്. ഇതിനകത്തിൽ വളരെ കുറച്ച് കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എങ്കിലും അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.